ഗൈസ് അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്ക് ഈ റോബസ്റ്റ് വെച്ചിട്ട് നല്ലൊരു അടിപൊളി അവൽ മിൽക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പഴം എടുത്തിട്ട് അതൊരു ടാസ്ക് ആയിരുന്നു. പഴം ഒന്ന് നല്ല രീതിയിൽ ചതച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു അവൽ മിൽക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് ആണ് കിട്ടുക കേട്ടോ. ഈ ഒരു പഴം നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഞാനിപ്പോൾ 2 പഴം എന്നുള്ളത് 3 പഴമാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിലോട്ട് നമ്മളെ പീനട്ട്, അതായത് നമ്മളെ കപ്പലണ്ടി, അത് നമുക്ക് നല്ലപോലെ വറുത്തെടുക്കാം. പിന്നെ അതിനുശേഷം നമ്മൾ അവിൽ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. എന്നിട്ട് അവിലും വറുത്തെടുത്തതിന് ശേഷം നമ്മൾ സേമിയ ഇടല, വറുത്ത സേമിയാണ്, അത് നമുക്കൊന്ന് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഒന്ന് വേവിച്ചെടുക്കാനാണ്, ജസ്റ്റ് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കുക. നമ്മുടെ അവിൽ മിൽക്ക് ഇതും കൂടി ആകുമ്പോൾ ഒന്ന് ടേസ്റ്റ് ആകും. എല്ലായിടത്തും അവിൽ മിൽക്കിൽ സേമിയ ഉണ്ടാവാറില്ല, എന്നാലും എനിക്കിഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്തിട്ട് കേട്ടോ. എനിക്കിപ്പോൾ പൊതുവേ ചായയോടെ ഇരുന്ന് ഇഷ്ടം, ഇപ്പം ഞാനത് അവിൽ മിൽക്കിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. ചായ മെല്ലെ മെല്ലെ മാറ്റി പിടിച്ചെടുത്തത് അവിൽ മിൽക്കിലോട്ട് ഞാൻ കടന്നു തന്നിട്ടുണ്ട് ഗൈസ്. അതാണ് ഞാൻ അവിൽ മിൽക്ക് ട്രൈ ചെയ്യാൻ കാരണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതേ പഴം സെറ്റായാലേക്ക് നമുക്ക് നല്ല രീതിയിൽ മൊരിഞ്ഞെടുത്ത നമ്മുടെ അവിൽ അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല മുരിഞ്ഞ് വരണം, അതാണ്, അപ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടും കേട്ടോ. നമ്മൾ അവിൽ മിൽക്കിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് നമ്മൾ അവിൽ നല്ലപോലെ എന്താവണം, മൊരിയണം. അപ്പോൾ നമ്മൾ അവിൽ നമുക്ക് ആവശ്യത്തിനുള്ള അവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിത് സേമിയം വേവിച്ച് വെച്ചതുണ്ടല്ലോ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു സേമിയത്തിൽ വേണമെങ്കിൽ ഒരു കുറച്ച്, അല്ലെങ്കിൽ വേണ്ട ഉപ്പുണ്ടല്ലോ, കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓപ്ഷന് ചിലർ ഉപ്പ് ആഡ് ചെയ്യും, ചിലർ ഉപ്പ് ആഡ് ചെയ്യില്ല. ഞാൻ എന്തായാലും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒരുമിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചിലർ പാലൊഴിച്ചിട്ട് മിക്സ് ചെയ്യും കേട്ടോ, പക്ഷെ ഞാൻ ഇങ്ങനെയാണ് മിക്സ് ചെയ്യാറ്. പിന്നെ നമ്മളിതിലോട്ട് ആഡ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഷുഗർ ആഡ് ചെയ്യാൻ മറന്നു പോയിരുന്നു കേട്ടോ ഗൈസ്. ഫസ്റ്റ് നമ്മൾ ഷുഗർ ആഡ് ചെയ്യണം, പക്ഷെ ഞാൻ ഷുഗർ ആഡ് ചെയ്തത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഷുഗർ ആഡ് ചെയ്തത് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ പീനട്ട്, നമ്മളെ കപ്പലണ്ടി, അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് കപ്പലണ്ടി കുറച്ചധികം ഉണ്ടെങ്കിൽ കുറച്ച് നന്നായിരിക്കും, പക്ഷേ എൻ്റെ ഉള്ള കപ്പലണ്ടിയാണ് ഞാൻ ഇതിലോട്ട് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് നല്ല തണുത്ത പാലുണ്ടല്ലോ, തണുത്ത പാലാണ് കേട്ടോ, പച്ചപ്പാലൊന്നും തണുക്കാത്ത പാലൊക്കെ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുമ്പോഴത്തേനൊക്കെ അതൊരു കുതിർന്നൊരു വിധമാവും. അപ്പോൾ നമ്മൾ നല്ല തണുത്ത പാൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ല അടിപൊളി അവിൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ തിക്നെസ്സൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് തിക്നെസ് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ബൂസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനൊരു 5 രൂപയുടെ പാക്കറ്റ് ബൂസ്റ്റാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ മൊത്തത്തിലായിട്ട് ഇതിലോട്ടാണ്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി അവിൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തൊക്കെ മറക്കരുത്. അപ്പം നമ്മൾ ഇനിയും ഇതുപോലത്തെ അടിപൊളി വീഡിയോസായിട്ട് വരുന്നവരേക്കും ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കൂടിയേക്ക് കേട്ടോ. എന്തായാലും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.